രണ്ട് സിനിമകൾ കണ്ടു. ഒന്ന് പാലും പഴവും പിന്നെ ഹണ്ടും. പാലും പഴവും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വി കെ പ്രകാശിൻ്റെ ഫിലിമാണ്. മിരാസ്മൻ തിയേറ്ററിൽ വന്നിട്ടുണ്ടായിരുന്നു. സംസാരിക്കാനെ പറ്റി. മിരാസ്മൻ ഈ മഞ്ജു വാര്യർ അല്ലെങ്കിൽ ഉർവശി ഒരു ലേഡി സൂപ്പർ സ്റ്റാറാണ്. നല്ല ശക്തമായ തിരിച്ചുവരവാണ്. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ പടം കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. നല്ല മൂവിയാണ്. കോമഡി ഉണ്ട്, റൊമാൻസ് ഉണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു ഫാമിലി ഒരു നല്ല മെസ്സേജും ഉണ്ട്. പ്രണയത്തിൻ്റെ പ്രായ പ്രശ്നമല്ല ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്ന. ഫാമിലി പടമാണ്, യൂത്തിന് ഇഷ്ടപ്പെടും. എല്ലാവരും എണ്ണ പണിച്ചിട്ടുണ്ട്. നല്ല മേക്കിംഗ് ആണ്. ഇത്ര നന്നാവുമെന്ന് വിചാരിച്ചില്ല. പിന്നെ കണ്ട ഹണ്ടാണ്. ഹണ്ട് ടിപ്പിക്കൽ ഷാജി കലാസ് ഫിലിം. ഈ ചിന്താമണി കൊലക്കേസിലെ പോലെ. നല്ല ഭാവന നല്ല പണിച്ചിട്ടുണ്ട്. ഭാവനയെ കാണാൻ നല്ല ഭംഗിയുണ്ട് അതിൽ. പിന്നെ അതിഥി നജീറുണ്ട്, ചന്ദ്രനാഥ നജീറുണ്ട്. ഷാജി കലാസിൻ്റെ അടുത്ത കാലത്ത് എല്ലാ ഫിലിം അതിലോട് വെച്ച് ബാക്കിയെല്ലാം നല്ല ഫിലിംസ് ആയിരുന്നു. പിന്നെ എടുത്തു പറയാവുന്നത് നല്ല ഫുൾ പേജിലാണ് പോകുന്നത്. എഡിറ്റിംഗ് നല്ലതാണ്. ഫുൾ പേജിലാണ് പോകുന്നത്. നല്ല ഒരു ലാഗും ഇല്ല. പാരസൈക്കോളജിക്കൽ ഡീൽ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഹൊററുണ്ട്. പിന്നെ ക്രൈം ത്രില്ലറാണ്. മെഡിക്കൽ ഫിലിമാണ്. ചിന്താമണി കൊലക്കേസ് പോലെ മെഡിക്കൽ ഫിലിമാണ്. പിന്നെ എല്ലാം കൊണ്ട് നല്ലൊരു എൻ്റർടൈനറാണ്. പിന്നെ മെഡിക്കൽ ഫിലിം ആംബുലൻസിൽ കാണിക്കുന്നുണ്ട്. ഫുൾ പേജാണ്, ഒരു ലാഗും ഇല്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട പാലും പഴമാണ്. അത് എൻ്റെ ഹണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഫൂട്ടേജ് കാണാൻ വേണ്ടിയിരിക്കുകയാണ്. രാത്രിയായിരിക്കുക. PVR മഞ്ജു വാര്യർ വരുന്നുണ്ട്. താനാര നാടകത്തിൽ കാണാൻ പ്ലാൻ ചെയ്യുന്ന. ഫൂട്ടേജ് കണ്ടിട്ട് ഞാൻ പറയാം. ഫൂട്ടേജ് പടം കണ്ടിട്ട് റിവ്യൂ ഇടാം. പൊതുവെ നല്ല അഭിപ്രായമാണ് ഫൂട്ടേജിനെ കുറിച്ച്.